ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ KTU BTech 2024 സ്കീമിൽ വരുന്ന ഗ്രൂപ്പ് എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 4ൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റേ GSM എന്താണെന്നും അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചോദിക്കാവുന്ന KTU എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Explain the relevance of intermediate frequency in a super heterodyne receiver. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ ഒരു റെലവൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ആ ഒരു ഹെറ്ററോഡൈനിങ് അല്ലെങ്കിൽ മിക്സിംഗ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു റിസീവർ ആണ്, ഇതൊരു ടൈപ്പ് ഓഫ് റിസീവർ ആണ്. അത് റിസീവ്ഡ് സിഗ്നലിനെ റിസീവ്ഡ് സിഗ്നൽ ഫ്രീക്വൻസിനെ ഒരു ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് റിസീവേഴ്സ്, അതായത് നമുക്ക് ടെലിവിഷൻ റിസീവർ, റഡാർ റിസീവർ, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. അപ്പൊ ഈ ഒരു മിക്സർ നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് വരുന്ന ആ ഒരു സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിനെയും ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ലോവർ ഫിക്സ്ഡ് ഫ്രീക്വൻസിയാണ്. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റിസീവേഴ്സ് ഒക്കെ എങ്ങനെയാണ്, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ ഫ്രീക്വൻസി, ലോക്കൽ ഐസൊലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് റിസീവ്ഡ് സിഗ്നലിനേക്കാൾ കൂടുതലായിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിന്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഒരു RF സ്റ്റേജ് വരുന്നുണ്ട്, പിന്നെ ഒരു മിക്സർ, ദെൻ ഒരു ലോക്കൽ ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു ആംപ്ലിഫയർ IF ആംപ്ലിഫയർ വരുന്നുണ്ട്, ഡിമോഡുലേറ്റർ, ഓഡിയോ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ, ദെൻ ഫൈനലി ലൗഡ് സ്പീക്കർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് വരുന്ന ആ ഒരു കോമ്പണൻസ് വരുന്നത്. അപ്പൊ റിസീവിംഗ് ആന്റിന എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു സിഗ്നലിനെ റിസീവ് ചെയ്യാനാണ് അല്ലെ. ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്ന ആ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിസീവർ, റിസീവിംഗ് ആന്റിന എന്ന് പറയുന്നത്. ദെൻ RF ആംപ്ലിഫയർ വരുന്നത്, അതായത് RF സ്റ്റേജിൽ വരുന്നതാണ്. RF ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് RF ആംപ്ലിഫയർ സ്റ്റേജിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RF സ്റ്റേജിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ കരിയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അതിനെ ട്യൂൺ ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ഏതാണ്, മിക്സർ ആണ് വരുന്നത്. അപ്പൊ മിക്സറിലേക്ക് നമുക്ക് വരുന്ന എന്താണ്, ഒന്ന് RF സ്റ്റേജിൽ വരുന്ന ഔട്ട്പുട്ട് ആംപ്ലിഫയർ ഔട്ട്പുട്ട് സിഗ്നലും, അതേപോലെ തന്നെ ഒരു ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസിയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ AM ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 455 kHz ആണ് നമുക്ക് വരുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അതായത് ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി എന്തായാലും ഈ ഒരു 455നേക്കാൾ എബവ് ആയിട്ടുള്ള ഒരു സിഗ്നൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻകമിംഗ് സിഗ്നൽ ഫ്രീക്വൻസിനേക്കാൾ എബവ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഈ ഒരു ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ബോക്സ് ആണ് മിക്സർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലോക്കൽ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടും RF സ്റ്റേജിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും കൂടി മിക്സ് ചെയ്ത് തരികയാണ് ഈ ഒരു മിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് ആണ് അല്ലെ, രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ വേറൊരു ലോവർ വാല്യൂ ഉള്ള ഒരു ഫ്രീക്വൻസി കോമ്പണന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പൊ മിക്സർ നമുക്ക് ഒരു ലോവർ ഫ്രീക്വൻസി വാല്യൂ ആണെന്ന് പറയുന്നത്, അതായത് അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ആ ഒരു മിക്സർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സമ്മേഷൻ ആണ് തരുന്നതെങ്കിൽ അതിലെന്താകും, നമുക്ക് ഒരുപാട് നോയ്സസും ഡിസ്റ്റോർഷൻസും ഒക്കെ നമുക്ക് കാണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് സിഗ്നലുകളുടെ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിലൊരു ഇൻപുട്ട് വേരിയേഷൻസിലോ എന്ത് വന്നാലും ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിന് ശേഷം വരുന്ന ബ്ലോക്സുകളാണ് ഡിമോഡുലേറ്റർ വരുന്നത്. ഡിമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആംപ്ലിഫിക്കേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. പിന്നെ വീണ്ടും നമ്മൾ അതിനെ ആഡിയോ ആംപ്ലിഫയറിലേക്കും പവർ ആംപ്ലിഫയറും, ദെൻ ഫൈനലി ദ ലൗഡ് സ്പീക്കർ. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ലൗഡ് സ്പീക്കർ വഴിയാണ്. ഓക്കെ,
അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിക്കുള്ള ഒരു ഇക്വേഷൻ ആണ് Fi is equal to F0 minus Fc ആണ് വരുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ആ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു കപ്പാസിറ്റൻസ് ട്യൂണിംഗ് വഴിയാണ് നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് ട്യൂണിംഗിൽ നമ്മൾ ഒരുപാട് കപ്പാസിറ്റൻസ് ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒരു കൺട്രോളിംഗ് നോബ് വഴി വർക്ക് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻകമിംഗ് ഫ്രീക്വൻസി എന്താണെങ്കിലും ആ ഒരു RF ആംപ്ലിഫയറും ലോക്കൽ ഓസിലേറ്ററും ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ട്യൂണിങ്ങിനനുസരിച്ച് നമുക്ക് എന്താകും, ഏകദേശം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ, ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിന് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു IF ആംപ്ലിഫയർ വരുന്നുണ്ട്, അത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു മിക്സറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ആണ് നമ്മൾ IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള റിസീവറിലേക്ക് കൊടുക്കാവുന്ന രീതിയിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്, അതായത് ട്യൂൺഡ് സർക്യൂട്ടുകളൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. അപ്പൊ സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് യൂണിഫോം ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു IF ആംപ്ലിഫയറിൽ വരുന്നത്. ഇപ്പൊ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണിച്ചാൽ നമുക്ക് ഒരു യൂണിഫോം വാല്യൂ ആയിരിക്കും നമുക്ക് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The intermediate frequency of a super heterodyne receiver is 450 kHz. If it is tuned to 1200 kHz, then the image frequency will be. നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനെ ട്യൂൺ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇമേജ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇമേജ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ സിഗ്നൽ വിച്ച് കോസ് ഇന്റർഫറൻസ് അല്ലെ, ഇന്റർഫറൻസിന് കാരണമാകുന്ന സിഗ്നൽ എന്താണോ അതിനെയാണ് നമ്മൾ ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇമേജ് ഫ്രീക്വൻസിയും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് FSI is equal to FS plus 2IF എന്നുള്ളത്. FS എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ട്യൂൺഡ് സ്റ്റേഷനിൽ വരുന്ന കരിയർ ഫ്രീക്വൻസിയാണ് FS എന്ന് പറയുന്നത്. FSI എന്ന് പറയുന്നത് ഇമേജ് ഫ്രീക്വൻസി, IF എന്ന് പറയുന്നത് എന്താണ്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പൊ നമുക്ക് IF തന്നിട്ടുണ്ട് 450 kHz തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ട്യൂൺഡ് ഫ്രീക്വൻസി FS എന്ന് പറയുന്നത് എത്രയാണ്, 1200 kHz ആണ്. അപ്പൊ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു FS plus 2 into IF ആണ് അല്ലെ. അപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്, 2 into 450 എന്ന് പറയുന്നത് 900 ആണ്, 900 plus 1200, സോ ഇമേജ് ഫ്രീക്വൻസി is equal to 2100 kHz ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ നീഡ് ഫോർ മോഡുലേഷൻ. മോഡുലേഷന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അത്യാവശ്യമാണെന്ന് പറയാനുള്ള കാരണം എന്താണ് അല്ലെ. നമുക്ക് അറിയുന്ന കാര്യമാണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡിലോ എന്തെങ്കിലും വളരെ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം എക്സ്പെക്ട് ചെയ്തോ ആ രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസ്മിറ്റിംഗ് എൻഡില് ഈ ഒരു സിഗ്നലിനെ ഒന്ന് മോഡുലേറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുക, അതായത് ഹൈ ആംപ്ലിഫയറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതപ്പോ അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ വളരെ ഹൈ ഫ്രീക്വൻസി കരിയർ വേവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു റേഞ്ച്, ആ ഒരു നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ നമുക്ക് നമ്മുടേത് ആവശ്യത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മെസ്സേജ് സിഗ്നൽ, അതായത് നമുക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്നോ ബേസ് ബാൻഡ് സിഗ്നൽ എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ആ ഒരു ഇൻകമിംഗ് സിഗ്നലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് വരില്ലേ, മോഡുലേഷന് ശേഷം വരുന്ന റിസൾട്ടന്റ് സിഗ്നലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് മോഡുലേഷന് ശേഷം, ആഫ്റ്റർ മോഡുലേഷൻ ദ സിഗ്നൽ ഈസ് നോൺ ആസ് മോഡുലേറ്റഡ് സിഗ്നൽ. പിന്നെ കരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മളൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വെരി ഹൈ ഫ്രീക്വൻസി കരിയർ വേവുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനാണ് നമ്മൾ എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ മോഡുലേഷൻ നമ്മൾ എവിടെയായിരിക്കും നടത്തുന്നത്, ഇറ്റ്സ് ഇൻ ദി ട്രാൻസ്മിറ്റിംഗ് സൈഡ് അല്ലെ. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു എൻഡിലാണ് മോഡുലേഷൻ നടക്കുന്നത്. എന്നാൽ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കുന്നത് അല്ലെ, നമ്മുടെ ഒറിജിനൽ സിഗ്നൽ എന്താണോ അതിനെ ആ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീമോഡുലേഷൻ എവിടെയായിരിക്കും നടക്കുന്നത്? അറ്റ് ദി റിസീവർ എൻഡ് അല്ലെ, റിസീവ് ചെയ്യുന്ന ആ ഒരു എൻഡിലായിരിക്കും നമുക്ക് ഡീമോഡുലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആന്റിന സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആന്റിന ഹൈറ്റ് ഓഫ് ദി ആന്റിന എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ബൈ 4 ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ആന്റിനയുടെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോഡുലേഷൻ സെവറൽ ബ്രോഡ്കാസ്റ്റിംഗിന് അലോ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സൈമൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഡിഫറെന്റ് കരിയർ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്ലക്സിംഗ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെവറൽ സിഗ്നലിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിഗ്നൽ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതിനെയാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ ഒരു മോഡുലേഷനിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോയ്സ് നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാം. ഇന്റർഫറൻസ് എഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു മോഡുലേഷൻ വഴി സാധിക്കുമെങ്കിൽ അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതാണ് നീഡ് ഫോർ മോഡുലേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത് നീഡ് ഫോർ മോഡുലേഷൻ ആയിരുന്നു. അതിൽ വരുന്ന കുറെ ഡിഫറെന്റ് ടൈപ്സുകൾ വരുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വരുന്നുണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ വരുന്നുണ്ട്, ഫേസ് മോഡുലേഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വരുന്ന ആ ഒരു ഇൻസ്റ്റന്റേനിയസ് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ വാല്യൂവിനനുസരിച്ച് വേരി ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം അല്ലെ. അതായത് നമുക്ക് വരുന്ന ഇൻകമിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയ കരിയർ വേവിനെ നമ്മൾ വേരി ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, ആക്ച്വലി ഈ ഒരു കരിയർ സിഗ്നലിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണെന്ന് മാത്രമേ ഉള്ളൂ അതിൽ അല്ലെ. അതിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ നമ്മുടെ ഇൻകമിംഗ് സിഗ്നലുമായിട്ട് നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ഫിഗറിൽ നോക്കൂ. ഇതാണ് എനിക്ക് വരുന്ന ആ ഒരു ഇൻകമിംഗ് സിഗ്നൽ. ഇതാണ് എന്റെ കരിയർ ഫ്രീക്വൻസി. നമ്മൾ പറഞ്ഞു കരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് അതിന്റെ കരിയർ സിഗ്നലിനെ ഞാൻ ചേഞ്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. നോക്കൂ, ഇതാണ് എനിക്ക് ആ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു കരിയർ സിഗ്നലിനെ ഞാൻ എൻ്റെ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻകമിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇത് നമുക്ക് ആ ഒരു എർത്തിന്റെ ആ ഒരു അയണോസ്ഫിയറിൽ നിന്ന് തന്നെ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസും ഒരുപാട് വൈഡ് ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കരിയർ ഫ്രീക്വൻസി വളരെ ലോ ഫ്രീക്വൻസി മതി. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്ററും റിസീവറും ആണ് നമുക്ക് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്നത്. ഇത് ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ റിസപ്ഷൻ ഒക്കെ ഒരു ഓഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് വളരെ ലോ റേഞ്ചിലായിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിമോഡുലേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ് കോംപ്ലക്സ് ആണ്. അതായത് അതിന്റെ വളരെ ഫ്യൂ കോമ്പണൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിമോഡുലേഷൻ പ്രോസസ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ഹൈലി സസെപ്റ്റബിൾ ടു പെരിഫറൽ നോയ്സസ്, അതായത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസുകളിൽ നിന്ന് വരുന്ന നോയ്സുകളിൽ വളരെ സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. വളരെ നോയ്സ് വരാനുള്ള ചാൻസസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിഗ്നലിനെയും നോയ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ക്വാളിറ്റി ഓഫ് ദ ഓഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് വളരെ പുവർ ഇൻ സ്റ്റാൻഡേർഡ് ആണ്. വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ സിഗ്നൽ എന്ന് പറയുന്നത് വളരെ വീക്ക് ആണ്. അപ്പോൾ റിസീവറിൽ നമുക്കൊരു കോംപ്ലക്സ് അറേഞ്ച്മെന്റ് വേണ്ടി വരും. കാരണം ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കുന്നതിന് കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലാണ്. ലെസ് എഫിഷ്യന്റ് ആണ്. ആ ഒരു ബാൻഡ് വിഡ്ത്ത് യൂസേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലെസ് എഫിഷ്യന്റ് ആയിട്ടാണ് വരുന്നത്. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി സിഗ്നലിന്റെ വേവിനേക്കാൾ ട്വൈസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. പവർ യൂസേജിന്റെ ബേസിൽ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? വളരെ ലെസ് എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് ബാൻഡ് മാത്രമാണ് നമ്മൾ, അതായത് പവർ സൈഡ് ബാൻഡ് മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആ ഒരു സിഗ്നലിനെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റേഡിയോ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടു വേ കമ്മ്യൂണിക്കേഷൻ, എയർ ട്രാഫിക് കൺട്രോളിൽ വരുന്ന ടു വേ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ആണ് draw the block diagram of GSM global system for mobile communication and explain the principle of operation. ഒരു GSM എന്താണെന്നും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ GSM എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊരു ഓപ്പൺ ആൻഡ് ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ ആൻഡ് ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ് GSM എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 4 ഫ്രീക്വൻസി സൈഡ് ബാൻഡുകളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. 850 മെഗാഹെർട്സ്, 900 മെഗാഹെർട്സ്, 1800 മെഗാഹെർട്സ് ആൻഡ് 1900 മെഗാഹെർട്സ്. ഈ ഒരു 4 ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡുകളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൊബൈൽ സ്റ്റേഷൻ വരുന്നുണ്ട്, ബേസ് സ്റ്റേഷൻ സിസ്റ്റം വരുന്നുണ്ട്, സബ് സിസ്റ്റം, നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ സപ്പോർട്ട് സബ് സിസ്റ്റം. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു GSM-ൽ വരുന്ന മെയിൻ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് നോക്കൂ, GSM അതായത് മൊബൈൽ സ്റ്റേഷൻ ആണ്. GSM-ന്റെ മൊബൈൽ സ്റ്റേഷൻ ആണ്. മൊബൈൽ സ്റ്റേഷനിൽ നമുക്കൊരു ഫിസിക്കൽ എക്യുപ്മെന്റ്, അതായത് ഒരു റേഡിയോ ട്രാൻസ്സീവർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ടാകും, ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ വരുന്നുണ്ടാകും, പിന്നെ ഒരു സിം കാർഡ് വരുന്നുണ്ടാകും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു മൊബൈൽ സ്റ്റേഷനിൽ വരുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്ന ഒരു എയർ ഇന്റർഫേസ് ആണ്. യൂസറും GSM നെറ്റ്വർക്കിലുള്ള ആ യൂസറിനും എയർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു മൊബൈൽ സ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മൊബൈൽ സ്റ്റേഷൻ ഒരു റിസപ്റ്ററിലേക്ക് ഒരു SMS മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസും ഡേറ്റയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ടോഗിൾ നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു GSM മൊബൈൽ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് GSM-ൽ വരുന്നതാണ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം എന്ന് പറയുന്നത്, BSS. അതിൽ വരുന്നതാണ് ബേസ് സ്റ്റേഷൻ ട്രാൻസ്സീവറും, അതായത് ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷനും ബേസ് സ്റ്റേഷൻ കൺട്രോളറും, BTS-ഉം BSS-യും വരുന്നത്. ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു റേഡിയോ ട്രാൻസ്സീവേഴ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിനെയും അതുപോലെ തന്നെ എങ്ങനെയാണ് റേഡിയോ ലിങ്കൽ പ്രോട്ടോകോൾസിനെ മൊബൈൽ സ്റ്റേഷനുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കൺട്രോൾ തരുന്നത് നമുക്ക് ആരാണ്? ഈ ഒരു BTS ആണ്. ഓക്കെ, അപ്പൊ BTS എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസ്സീവേഴ്സുമായിട്ട് കറസ്പോണ്ടിങ്സ് ആണ്. അവിടെ നമ്മൾ ആന്റിന യൂസ് ചെയ്യുന്നത് ഓരോ സെൽ നെറ്റ്വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു ആന്റിനയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മളൊരു സെല്ലിന്റെ സെന്ററിലാണ്. നോക്കൂ, ഈ ഒരു സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? BTS പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെല്ലുകളിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു BTS യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. എൻകോഡിംഗ്, എൻക്രിപ്റ്റിംഗ് വരുന്നുണ്ട്, മൾട്ടിപ്ലക്സിംഗ്, മോഡുലേറ്റിംഗ്, ഇതൊക്കെ GSM BTS പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്കോഡിംഗ് ആൻഡ് റേറ്റ് അഡാപ്റ്റേഷൻ, ടൈം ആൻഡ് ഫ്രീക്വൻസി സിങ്ക്രണൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ഈ പറയുന്ന ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷന് ഉള്ളത്. അടുത്തതാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആ ഒരു റേഡിയോ റിസോഴ്സസിനെ മാനേജ് ചെയ്യാണ്. ഒന്നോ അതിലധികമോ BTSകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഡിയോ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളർ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറയാം അല്ലെ. റേഡിയോ ചാനലിനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസി ഹോപ്പിംഗ്, ഹാൻഡ് ഓവേഴ്സ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ്. അതുപോലെ തന്നെ ട്രാഫിക് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാണ്, നമ്പർ ഓഫ് ലൈൻസിനെ നമുക്ക് ആ ഒരു MSA-യിൽ നിന്നും റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു റീ അലോക്കേഷൻ ഫ്രീക്വൻസീസിനെ അലോ ചെയ്യുന്നുണ്ട്, ടൈം ആൻഡ് ഫ്രീക്വൻസി സിങ്ക്രണൈസേഷൻ, പവർ മാനേജ്മെന്റ്, ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന അടുത്തതാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം, NSS എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിൻ പാർട്ട് ഏതാന്ന് വെച്ചാൽ ഒരു മൊബൈൽ സ്വിച്ചിങ് സെന്റർ, അതായത് ഈ ഒരു സെന്റർ പോർഷൻ ആണ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ആയിട്ട് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? കോളുകൾ തമ്മിലുണ്ടാകുന്ന ഒരു സ്വിച്ചിങ് വരുന്നുണ്ട് അല്ലെ. മൊബൈലും വേറൊരു ഫിക്സ്ഡ് അല്ലെങ്കിൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് യൂസറുമായിട്ടുള്ള കോളിംഗുകൾ സ്വിച്ച് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഈ ഒരു മൊബൈൽ സ്റ്റേഷൻ കൺട്രോളർ വരുന്നത്. അതുപോലെ തന്നെ മൊബൈൽ സർവീസുകൾ ഓതന്റിക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു MSC ആണ്. ഇതിൽ വരുന്നതാണ് HLR, VLR ഒക്കെ. HLR എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആണ് അല്ലെ. അതൊരു ഡേറ്റാ ബേസ് ആണ്. നമ്മുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻസിന്റെ അല്ലെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോറേജ് ചെയ്യും, മാനേജ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു HLR ആണ് അല്ലെ. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേറ്റാ ബേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് പെർമനന്റ് ഡേറ്റാസ് അല്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബറിനെ കുറിച്ചിട്ടുള്ള പെർമനന്റ് ഡേറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതിൽ എന്തൊക്കെ വരാം? സർവീസ് പ്രൊഫൈൽ, ലൊക്കേഷൻ ഇൻഫർമേഷൻ, ആക്ടിവിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഈ ഒരു HLR-ലാണ്. ഓക്കെ, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. അടുത്തത് വരുന്നതാണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ അല്ലെങ്കിൽ MSC എന്ന് പറയുന്നത് അല്ലെ. മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെന്റർ ആണ്. അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ
ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചിങ്ങിന്റെ കാര്യങ്ങൾ, ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു MSc ആണ്. അടുത്തതാണ് VLR എന്ന് പറയുന്നത്, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. അതായത് ടെമ്പററി ഇൻഫർമേഷൻസ്. നമ്മൾ പറഞ്ഞു പെർമനന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയാണ്? HLR-ലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ടെമ്പററി ഇൻഫർമേഷൻസ് അല്ലെ, ആ ഒരു വിസിറ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരില്ലേ, സർവീസ് വിസിറ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഏതെങ്കിലും പുതിയ MSc ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെമ്പററി കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതാണ് VSR അല്ലെങ്കിൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം ആണ് ഇതിൽ വരുന്നത് ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്, AUC എന്ന് പറയുന്നത്. അത് ഒരു ഡേറ്റാബേസ്, അതൊരു പ്രൊട്ടക്റ്റഡ് ഡേറ്റാബേസ് ആണ്. ആ ഒരു സീക്രട്ട് കീ ഒക്കെ ഉണ്ടാവില്ലേ, സബ്സ്ക്രൈബറിന്റെ സിം കാർഡിലൊക്കെ ഉണ്ടാവുന്ന സീക്രട്ട് കീസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സീക്രട്ട് കീ സ്റ്റോർഡ് ആണ് നമുക്ക് ഈ ഒരു ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. അടുത്തത് എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, അതല്ലെങ്കിൽ EIR എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എല്ലാ വാലിഡ് മൊബൈൽ എക്യുപ്മെന്റുകളുടെ ഡീറ്റെയിലുകളും നെറ്റ്വർക്കിൽ വരുന്നതൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് GSM-ന്റെ ഓപ്പറേഷൻ സപ്പോർട്ട് സബ്സിസ്റ്റം, OSS എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് സെന്റർ, OMS വരുന്നുണ്ട്. അത് ഇതിലുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ എക്യുപ്മെന്റുകളും, അതായത് സ്വിച്ചിങ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റുകളും ഈ പറയുന്ന ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് വരുന്നത്. ഈ ഒരു ഇംപ്ലിമെന്റേഷൻ OMS-നെ പറയുന്ന ആ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻ സപ്പോർട്ട് സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസുകൾ, സെക്യൂരിറ്റി മാനേജ്മെന്റ്, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ, ഓപ്പറേഷൻ, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സപ്പോർട്ട് സബ്സിസ്റ്റത്തിന് വരുന്നത്. ഓക്കെ, ഇനി GSM നെറ്റ്വർക്ക് ഏരിയകൾ ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ സെൽ വരുന്നുണ്ട്. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേസിക് സർവീസ് ഏരിയ ആണ് അല്ലെ. ഒരു BTS എന്ന് പറയുന്നത് ഒരു സെല്ലിനെ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് ലൊക്കേഷൻ ഏരിയ ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു ലൊക്കേഷൻ ഏരിയയിൽ പറയുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൊക്കേഷൻ ഏരിയ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഇൻകമിംഗ് കോൾ ഒക്കെ ഗെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ വരുന്നത്. അടുത്തത് MSc അല്ലെങ്കിൽ VLR സർവീസ് ഏരിയ. അപ്പൊ ഒരു MSc, ഒരു മൊബൈൽ സർവീസ് സെന്റർ കൊടുക്കുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? MSc എന്ന് പറയുന്നത്. അടുത്തത് PLMN അല്ലെ, പബ്ലിക് ലാൻഡ് മൊബൈൽ നെറ്റ്വർക്ക്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? PLMN എന്ന് പറയുന്നത്. ഇത് ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ കവർ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ PLMN എന്ന് പറയുന്നത്. അതിൽ ഒന്നോ അതിലധികമോ MSSCs വരാം. ഓക്കെ, ഇനി ഈ ഒരു GSM-ന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പാറ്റബിലിറ്റി, സെക്യൂരിറ്റി, എഫിഷ്യന്റ് യൂസ് ഓഫ് ബാൻഡ് വിഡ്ത്ത് വരുന്നുണ്ട്, റോമിംഗ്, വൈഡ് റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ആണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കവറേജ് ലിമിറ്റഡ് ആണ്, നെറ്റ്വർക്ക് കൺജഷൻ സെക്യൂർ ആകുന്നുണ്ട്, സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് വരുന്നുണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡിൽ കുറവ് വരുന്നുണ്ട്, ലിമിറ്റഡ് കപ്പാസിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമുക്ക് ഒരു GSM-നെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ AM ആൻഡ് FM. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്? ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഫേസും സെയിം ആയിരിക്കും. ഫ്രീക്വൻസി മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഫേസും ആയിരിക്കും സെയിം, ഫ്രീക്വൻസിയാണ് വേരി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 1 ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓൺലി 2 സൈഡ് ബാൻഡുകളാണ്. ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ് ആണ് ഫ്രീക്വൻസിയിൽ വരുന്നത്. ഒരു സിമ്പിൾ സർക്യൂട്ട് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്കിൽ കോംപ്ലക്സ് സർക്യൂട്ട് ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് ആണ് നമ്മൾ ആ ഒരു കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ വേരി ആകുന്നത്. ഇവിടെ ഫ്രീക്വൻസിയാണ് വേരി ആവുന്നത്, കരിയർ വേവിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലോ ബാൻഡ് വിഡ്ത്ത് ആണ്, റേഞ്ച് ഒരു 10 kHz റേഞ്ചിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് 200 kHz ഹൈ ലാർജ് ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് വരുന്നത്. ലോ ക്വാളിറ്റി സിഗ്നൽ ആണ് നമുക്ക് AM റിസീവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റിസീവ്ഡ് സിഗ്നൽ എന്ന് വളരെ ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഫ്രീക്വൻസി റേഞ്ച് ഒരു 535 മുതൽ 1705 റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് 188 മുതൽ 108 വരെയുള്ള ഫ്രീക്വൻസി മെഗാഹെഡ്സിലാണ് വരുന്നത് അല്ലെ. ഇത് കിലോ ഹെഡ്സ് ആണെങ്കിൽ ഇത് മെഗാഹെഡ്സിലാണ് ഫ്രീക്വൻസി വരുന്നത്. ഇതൊരു മീഡിയം ഫ്രീക്വൻസി ടു ഹൈ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് വെരി ഹൈ ഫ്രീക്വൻസിയിലാണ് ഫ്രീക്വൻസി മോഡുലേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി വളരെ കുറവാണ് AM-ൽ, പക്ഷെ ബെറ്റർ സൗണ്ട് ക്വാളിറ്റിയാണ് FM-ൽ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം അല്ലെ. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ടൈപ്പ് ആൻഡ് മാനുവൽ ടൈപ്പ് ആണ്. വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ് അല്ലെ. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഫസ്റ്റ് എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സിഗ്നൽ പ്രോസസ്സിംഗ്
പ്രോസസിംഗ് യൂണിറ്റ് വരുന്നുണ്ട്, ഇതിന്റെ ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ പ്രൈമറി എലമെന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ, അതായത് നമുക്ക് വരുന്ന എല്ലാ മെഷേർഡ്, അതായത് എല്ലാ റിസീവ് ആവുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും നമ്മളൊരു കൺവേർട്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട്, അതായത് വോൾട്ടേജ് ആയിട്ടോ കറന്റ്, റെസിസ്റ്റൻസ് ചേഞ്ച് ഇങ്ങനെയുള്ളതായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇതിൽ വരുന്ന ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡറി എലമെന്റ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ പ്രോസസിംഗ് വരുന്നത്, അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇൻപുട്ട് സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് ഇൻപുട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീക്ക് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട്, അതായത് ട്രാൻസ്ഡ്യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തായാലും ഒരു വീക്ക് സിഗ്നൽ ആയിരിക്കുമല്ലോ, അതിനെ നമ്മളൊരു ഹൈ ഔട്ട്പുട്ട് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സിഗ്നൽ പ്രോസസിംഗിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആംപ്ലിഫയേഴ്സ് ഉണ്ടാകും, ഫിൽറ്റേഴ്സ് ഉണ്ടാകും, അങ്ങനെയുള്ള പല ഇൻസ്ട്രുമെന്റ്സുകളും ഈ ഒരു സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റിൽ വരുന്നുണ്ട്. അടുത്തതാണ് നമുക്ക് ഈ ഒരു സിഗ്നലിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഈ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തായിരിക്കാം, ഒന്നില്ലെങ്കിൽ CRO ആയിരിക്കാം, അല്ലെങ്കിൽ ചാർട്ട് റെക്കോർഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിരിക്കാം, അങ്ങനെ പല ഔട്ട്പുട്ട് യൂണിറ്റുകളെല്ലാം കൂടിയാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, അടുത്താണ് നമ്മൾ പറഞ്ഞ പോലെ ഫൈനൽ എലമെന്റ്. അവിടെയാണ് നമുക്ക് CRO അല്ലെങ്കിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ചാർട്ട് റെക്കോർഡർ, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ഇപ്പൊ അനലോഗ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ആണ്. അടുത്തത് ഡിജിറ്റൽ ആണ്. ഓക്കെ, ഇത് ട്രാൻസ്ഫോമർ അല്ല, ട്രാൻസ്ഡ്യൂസർ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഇതിനെ എങ്ങനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അടുത്തത് സിഗ്നൽ കണ്ടീഷണർ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്, ഒരു എക്സാക്ട്ലി ഒരു സിഗ്നൽ പ്രോസസിംഗ് യൂണിറ്റ് എന്താണോ ചെയ്തത് അതേ വർക്കാണ് ഈ പറയുന്ന സിഗ്നൽ കണ്ടീഷണർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്കാനർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസിനെ റിസീവ് ചെയ്തിട്ട് ആ ഡിവൈസ് എന്ത് ചെയ്തത്, അതിന് പ്രൊവൈഡ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് സ്കാനർ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അടുത്തത് സിഗ്നൽ കൺവേർട്ടർ ആണ്. അത് അനലോഗ് സിഗ്നലിനെ ഒരു ഫോമിൽ നിന്നും അതിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതായത് അനലോഗ് സിഗ്നൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിനെ ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന സിഗ്നൽ കൺവേർട്ടർ പെർഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് A to D, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്സിലറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സിസ്റ്റം പ്രോഗ്രാമിംഗ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റ പ്രോസസിംഗ് ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ്, ഈ ഒരു യൂണിറ്റിലാണ്, ഈ ഒരു ആക്സിലറി എക്യുപ്മെന്റ് യൂണിറ്റിലാണ് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ആക്സിലറി എക്യുപ്മെന്റ് എന്തായിരിക്കാം, ചിലപ്പോൾ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ആകാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെന്റ്സുകളാകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ലീനിയറൈസേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ് കമ്പാരിസൺ, അങ്ങനെ പല പ്രോസസ്സുകളും ഈ പറയുന്ന ഓക്സിലറി എക്യുപ്മെന്റിലാണ് പെർഫോം ചെയ്യുന്നത്. അടുത്തതാണ് ഡിജിറ്റൽ റെക്കോർഡർ. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഒരു CRO, അതായത് കാഥോഡ് റേ ഓസിലോസ്കോപ്പോ, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A Lysage's pattern on cathode ray oscilloscope CRO has 8 vertical maximum values and 4 horizontal maximum values. If the frequency of the horizontal input is 1600 Hz, determine the frequency of the vertical input. നമുക്കൊരു 8 vertical maximum values ഉണ്ട്, 4 horizontal maximum values ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി ആണ് 1600 തന്നിരിക്കുന്നത്, എങ്കിൽ വെർട്ടിക്കൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, അൺനോൺ ടു ദ നോൺ ഫ്രീക്വൻസി ഓഫ് ദ ലിസാജസ് പാറ്റേൺ ഇക്വേഷൻ എന്താണ്, Fy is equal to Nx by Ny into Fx ആണ്. Fy എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ഫ്രീക്വൻസി, Fx എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി, Nx എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ്, Ny എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എഴുതാം നമുക്ക് അല്ലെ. Ny തന്നിട്ടുണ്ട്, Nx ഉണ്ട്, Fx ഉണ്ട്. Fy ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Fy is equal to Nx by Ny into Fx. 4/8 into 1600 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു 8 ഉം 16 ഉം ക്യാൻസൽ ചെയ്താൽ 2 വരും, 200 വരും. 200 into 4 which is equal to എത്രയാണ്, 800 Hz ആണ് നമുക്ക് വരുന്ന ആ ഒരു വെർട്ടിക്കൽ ഫ്രീക്വൻസി ഇൻപുട്ട് വരുന്നത്. വെർട്ടിക്കൽ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 800 Hz ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, with a neat sketch explain the block diagram of a function generator. ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ ജനറേറ്റർ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസുകൾ അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഡിവൈസ് ആണ് നമുക്ക് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സൈൻ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്, സോട്ടോത്ത് വേവ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫോമുകൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരു ഹെഡ്സ് മുതൽ നമുക്ക് ഒരു 1000 kHz വരെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം.
നോക്കൂ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് വരുന്നതാണ് ഒരു ഫ്രീക്വൻസി കൺട്രോൾ നെറ്റ്വർക്ക് വരുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫ്രീക്വൻസി കൺട്രോൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ് കറന്റ് സപ്ലൈ സോഴ്സസ് വരുന്നുണ്ട്, 1 and 2. ദെൻ ഒരു ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഉണ്ട്, പിന്നെ ഒരു വോൾട്ടേജ് കമ്പാരറ്റർ മൾട്ടി വൈബ്രേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഡയോഡ് ഷേപ്പിംഗ് സർക്യൂട്ട് വരുന്നുണ്ട്. രണ്ട് ഔട്ട്പുട്ടുകൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ, 3 എണ്ണം. ഇത് നമുക്ക് 3 ഔട്ട്പുട്ടുകൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീക്വൻസി കൺട്രോൾ നെറ്റ്വർക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറന്റിന്റെ വേരിയേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കറന്റ് സോഴ്സുകൾ 1 ഉം 2 ഉം ഉണ്ട്. അതാണ് ആ ഒരു ഇന്റഗ്രേറ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ രണ്ട് കറന്റ് സോഴ്സുകളാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 0.01 ഹെർട്സ് മുതൽ 100 കിലോ ഹെർട്സ് വരെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഒരു കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്ററിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റർ അത് ലീനിയർ ആയിട്ട്, അതായത് ഈ ഒരു രീതിയിൽ ഇന്റഗ്രേറ്റർ ഇൻക്രീസ് ആകുന്നുണ്ട്, ടൈമിനനുസരിച്ച് ഇൻക്രീസ് ആകുന്നുണ്ട്. ആ ഒരു ഇക്വേഷൻ ആണ് വി ഔട്ട് ഈക്വൽ ടു -1/c ഇന്റഗ്രൽ 0 to t I dt എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്രീസോ ഡിക്രീസോ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വാല്യൂടെ അനുസരിച്ച് സ്ലോപ്പ് ഇൻക്രീസ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വോൾട്ടേജ് കമ്പാരറ്റർ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ടും ആ പ്രീവിയസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഈ ഒരു കറന്റ് സോഴ്സിന്റെ കറന്റ് സ്റ്റോപ്പ് ചെയ്യുകയും നെക്സ്റ്റ് റിവേഴ്സ് ആയിട്ട്, അതായത് ഈ ഒരു കറന്റ് സോഴ്സ് 2ൽ നിന്നുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ ഇനി അടുത്തത് ഇന്റഗ്രേറ്ററിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അതായത് 1നെ കട്ട് ചെയ്തിട്ട് 2 ആയിട്ട് കണക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിവേഴ്സ് കറന്റ് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് അല്ലെ, അതായത് 2ൽ നിന്നുള്ളത്. അപ്പൊ ആ ഒരു ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, തന്നെ അത് അങ്ങനെ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ദെൻ അഗൈൻ നമുക്ക് കറന്റ് സോഴ്സ് 1 കൊടുക്കും, ദെൻ 2 കൊടുക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ഡയോഡ് നമ്മൾ പറഞ്ഞു അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ലോപ്പ് ട്രയാങ്കിളിന് ആ ഡിസ്റ്റോർഷൻ <1% താഴെയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ നമുക്ക് ഡിഫറെന്റ് ഔട്ട്പുട്ട് വേവ് ഫോംസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, with a neat sketch explain the block diagram of fiber optic communication. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചൊരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തിൻ ഫ്ലെക്സിബിൾ അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് വയർ ആണ് അല്ലെ. ലൈറ്റ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിളും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വളരെ തിൻ ആയിട്ടുള്ള ആ ഒരു വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫൈബർ ഒപ്റ്റിക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫീൽഡ് ആണ്, നമ്മൾ ആ ഒരു ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിത് ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയായിട്ടാണ് അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇതിൽ മെയിൻ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പൊ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത് എന്തൊക്കെയാണ്, ഒരു എൻകോഡർ വരുന്നുണ്ട്, ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, വേവ് ഗൈഡ്, റിസീവർ, ഡീകോഡർ. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പാർട്ടുകൾ. അപ്പൊ നോക്കൂ, ഒരു എൻകോഡർ വരുന്നുണ്ട്. എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അനലോഗ് ഇൻഫർമേഷൻ ഒരു ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് എൻകോഡർ ചെയ്യുന്നത്. ട്രാൻസ്മിറ്ററിൽ നമുക്ക് 2 യൂണിറ്റ് ഉണ്ട്, ഡ്രൈവർ സർക്യൂട്ടും ഉണ്ട്, ലൈറ്റ് സോഴ്സും ഉണ്ട്. അപ്പൊ ഈ ഡ്രൈവർ സർക്യൂട്ട് എന്താ ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സോഴ്സിലേക്ക് കൊടുക്കുകയാണ്. എൻകോഡറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സോഴ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് ഈ ഒരു ഇതിനെ ഒപ്റ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു വേവ് ഗൈഡ് വരുന്നുണ്ട് അല്ലെ. അതൊരു ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അതിലൊരു ഇൻഫർമേഷൻ ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ട് വരുന്ന ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കണക്ടേഴ്സ് ആണ് നമ്മൾ ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. റിസീവർ സിഗ്നലിനെ കണക്ട് ചെയ്യുന്നതിനായിട്ട് കണക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് റിസീവർ വരുന്നുണ്ട്. റിസീവറിൽ വരുന്നത് ഫോട്ടോ ഡിറ്റക്ടർ വരുന്നുണ്ട്, ആംപ്ലിഫയർ വരുന്നുണ്ട്, സിഗ്നൽ റീസ്റ്റോർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഫോട്ടോ ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ സിഗ്നലിനെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ ഒരു ആംപ്ലിഫയർ ആണ്. അതിനുശേഷം അതിന് നമുക്കൊരു സിഗ്നൽ റീസ്റ്റോറർ ഉണ്ട് അല്ലെ. അത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ അതിന്റെ ഒരു ഡീകോഡർ ഫോമിലേക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീകോഡർ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് ഒരു അനലോഗ് ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വിത്ത് എക്സ്പ്ലനേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.